ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു ആകാശവെള്ളരിക്ക കിട്ടിയ അമ്മയ്ക്ക്. അമ്മ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പം അവരോട് ചോദിച്ചു ഇതെന്തുവാന്ന്. അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. അമ്മ ഇത് ആദ്യമായിട്ട് കാണുക. അന്നേരം പറഞ്ഞു ഇത് ആകാശവെള്ളരിക്കയാ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇതൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോയി ഇതിട്ട് വെള്ളരിക്കായിട്ട്. നമുക്കിതൊന്ന് ചെത്തി നോക്കാം സംഭവം എന്തോ. ഇതിന് അഹമൊക്കെ കണ്ടോ, നല്ല കണ്ടോ, നല്ല ഒരു ഓറഞ്ച് കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ. അകത്ത് നല്ല കുരു. ഇത് ഇത് മുറിച്ച് കണ്ടോ കണ്ടോ കണ്ടോ, സൂപ്പർ. അമ്മേനകത്തെ കുരു കണ്ടോ. ഇത് ജ്യൂസ് അടിച്ചു കുടിക്കാമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ജ്യൂസ് അടിച്ചു നോക്കട്ടെ. ഇത് പിന്നെ അതിനകത്തെ കണ്ടോ കുരു എടുത്തപ്പോൾ അഹം ഇങ്ങനെ ഇരിക്കുന്നു. ഇത് നമുക്കൊന്ന് തൊലി എത്തിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അമ്മ ഇത് ആദ്യമായിട്ട് കാണുക, കണ്ടിട്ടില്ല. നമുക്കൊന്ന് മോരുകറി വെച്ച് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. വേണ്ട ആകാശ വെള്ളരിക്ക അമ്മയെല്ലാം വേണ്ട കഴുകി അമ്മയുടെ ചട്ടിയിലോട്ട് ഇടുക. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതിനകത്തോട്ട് 3-4 പച്ചമുളക് കീറിയതിടാം, ഒരു 3-4-5 ചുമന്നുള്ളി കീറിയതിടാം, മഞ്ഞപ്പൊടി ഒരു ചെറിയ സ്പൂണിന്, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അടുപ്പേ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തീ കത്തിച്ച് അടുപ്പയിലോട്ട് വെക്കാം. നല്ലതായിട്ട് ഇതൊന്ന് വേകട്ടെ. വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിന് ഇച്ചിരി തേങ്ങായും വെളുത്തുള്ളിയും കൂടെ അരച്ചോണ്ട് വരാം. അരപ്പ് വേണ്ട ഒരു 1/4 മുറി തേങ്ങ അമ്മ ചിരണ്ടി എടുത്തു. നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. 2-3 വെളുത്തുള്ളി, ഒരു പിഞ്ച് മഞ്ഞപ്പൊടി, ശകലം മഞ്ഞപ്പൊടിയും, ചെറിയ സ്പൂണിന് ജീരകം. നമുക്കിനി ഒരു ശകലം വെള്ളം ഒഴിച്ച് ഇത് അരച്ചുകൊണ്ട് വരാം. നമ്മ തൈര് എടുത്ത് അമ്മ വാങ്ങിച്ച തൈര്, ഇത് 2 കവർ തൈര് മേടിച്ചു, 1 ലിറ്റർ തൈര്. അത് അമ്മയ്ക്ക് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്ക് നല്ലതായിട്ട് ഉടച്ചൊന്ന്. അമ്മ ഇതുപോലൊരു മത്ത് വെച്ച ഉടയ്ക്കും. നമ്മൾ തൈര് ഉടയ്ക്കണം, ചെറിയൊരു മത്ത് ഇങ്ങനെ ഉടയ്ക്കും. വെള്ളരിക്ക നമുക്ക് വെന്തോന്ന് നോക്കാം. ശകലം കൂടെ വേകാനുണ്ട്, നല്ലതായിട്ട് തന്നെ. ഇച്ചിരി വെന്തോട്ടെ. തുറന്ന് നോക്കാം വെന്തോന്ന്. ഇവിടെ വെള്ളരിക്ക എല്ലാം വെന്ത് പറ്റി. നമുക്കിനി അരപ്പ് ചേർക്കാം.
അരപ്പ് റെഡിയായി. നമുക്കിതിനകത്തോട്ട് മോരൊഴിക്കാം. പിന്നീട് ഇച്ചിരി ഉലുവാപ്പൊടി ഇടാം. നല്ലവണ്ണം ഒന്ന് ചൂടാകട്ടെ. ഒത്തിരി ചൂടാകണ്ട, മോരങ്ങ് പിരിഞ്ഞു പോവും. നമുക്കൊന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പിട്ടായിരുന്നു. ശകലം ഉപ്പും കൂടെ വേണം. നല്ലോണം ചൂടാക്കി ഇറക്കിയിട്ട് നമുക്കൊരു കടുക് താളിച്ചൊഴിക്കണം ഇതിനകത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി റെഡി. ഇത് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം. ഒരു കല്യാണ സദ്യയുടെ ഒക്കെ ഒരു പുളിശ്ശേരി ആയത്. നമ്മുടെ മോരെല്ലാം ചൂടായി. നമുക്കിതൊന്ന് ഇറക്കി വെച്ച് ഒരു കടുക് താഴെ വയ്ക്കാം. ഇതൊന്ന് ചൂടാകട്ടെ. ഇച്ചിരി എണ്ണ ഒഴിക്കാൻ 2-3 സ്പൂണിന്. കുറച്ച് കടുകിടാം. മുളക് നമുക്ക് മുറിച്ചതിടാം. കരിയാപ്പില ഇടാം നമുക്ക്. കടുക് താളിച്ചതിനകത്തോട്ട് ഒഴിക്കാം. മോരിനകത്ത് നമ്മുടെ പുളിശ്ശേരി നമ്മുടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. വെള്ളരിക്ക ഇത് പച്ചക്ക് തിന്നാനും നല്ലതാണ്, ആകാശ വെള്ളരിക്ക. പിന്നെ അതിനകത്തെ അരിയാണെങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാൻ നല്ലതാ. പിന്നെ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു പുളിശ്ശേരിയാ, വെള്ളരിക്ക പുളിശ്ശേരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണം, അമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.